ജീവിച്ചോ. ഓനോട് ദുന്യാവിൽ അള്ളാഹ് സുഖിക്കാൻ പറഞ്ഞു. കാരണം കിട്ടാനുള്ളതൊക്കെ ഡബിൾക്ക് ഡബിൾ നാളെ പരലോകത്ത് കിട്ടാനുണ്ട്. അതുകൊണ്ട് ദുന്യാവിൽ ഞങ്ങോട്ട് സുഖിച്ചോ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ റഹ്മത്ത് അവിശ്വാസിക്ക് കിട്ടി. അവിശ്വാസിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ റഹ്മത്ത് കിട്ടി. എന്താണ് അവിശ്വാസിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ റഹ്മത്ത്? ഇതന്നെ, ഓൻ്റെ അദാബിന് അള്ളാഹ് അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. നാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കണ പ്രതിയോട് വന്നിട്ട് പറയാണ്, എനിക്ക് ഒരു 14 കൊല്ലത്തിനും കൂടെ നീട്ടി കിട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഓനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റഹ്മത്ത് തന്നെയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിറിന് വരെ മുത്തുനബിയെ റഹ്മത്തായിട്ടാണ് അള്ളാഹു അയച്ചത്. സുബ്ഹാന ജല്ല ജലാലുഹു നൂറെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ പുതുമണവാളനെ ഹബീബെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിലേക്കാണ് നിറക്കണം ഹബീബിനെ. റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഒരു 4 അക്ഷരം കേട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാനും റസൂലുള്ളാഹിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നടന്നാൽ പോരാ. ആരാണ് ഹബീബെന്ന് ഖൽബിലേക്ക് അങ്ങ് നിറച്ചു വെക്കണം. ഖൽബ് കീറുമ്പോൾ ബിലാലിൻ്റെ വായിൽ നിന്ന് അവസാന ശ്വാസം വരെ മുഹമ്മദ് മുസ്തഫ എന്ന് ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ആ ബിലാലിനെ ഖൽബിലേക്ക് നമ്മൾ ആവാഹിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിൻ്റെ റസൂലിനുള്ള മഹത്വം മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ സ്ഥാനമാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ ഒരു 3 ഉദാഹരണങ്ങൾ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പക്ഷെ ഒരു 3 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൺമക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോകാൻ തുടങ്ങി. ഇബ്രാഹിമും മരണപ്പെട്ടു, അവസാനം ഖാസിമും മരണപ്പെട്ടു, എല്ലാ ആൺമക്കളും മരണപ്പെട്ടു പോയി. അറബികളുടെ പതിവാണ് ആൺമക്കളില്ലാത്തവൻ അവരെ കൂട്ടത്തിൽ മോശക്കാരനാണ്. ആൺമക്കളില്ലെങ്കിൽ ഓൻ്റെ വേരറ്റുപോയി എന്നാണ് പറയാം. വേരറ്റുപോയി എന്ന് പറഞ്ഞാൽ തറവാട് മുറിഞ്ഞു പോയി, ഓനിന് ഒന്നിനും പറ്റൂല, പരമ്പര നിലനിർത്താൻ പറ്റാത്തവനാണ് ഓന് എന്നാണ് അവിടെ അതിനർത്ഥം പറയാം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആൺമക്കളൊക്കെ അങ്ങ് മരണപ്പെട്ടു പോയി. ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതൊരു വിഷമമായി. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, പക്ഷെ മനസ്സിലൊരു വിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഫീൽ ചെയ്തു. അങ്ങനെ ആ അവസാനത്തെ ആൺകുട്ടിയും വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖുറൈശി, ഒരു മുശ്രിക്കായ മനുഷ്യൻ അതാ പോകുന്നു. അബ്തർ എന്ന് പറഞ്ഞു. അബ്തർ എന്ന് പറഞ്ഞാൽ തറവാട് മുറിഞ്ഞു പോയവൻ, പരമ്പര അവസാനിച്ചവൻ, വേരറ്റു പോയവൻ എന്നർത്ഥം. അതായത് അറബികളെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ, അറബികളെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ എന്നതിൻ്റെ അർത്ഥം. അതാ പോണ് വേരറ്റവൻ എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചു. ഹബീബിൻ്റെ മനസ്സിലത് വല്ലാത്ത വേദന ഉണ്ടാക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സ് വേദനിച്ചു. മനസ്സ് വേദനിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു വേദനയിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കുറച്ച് ദൂരം നടന്നു പോയി ഒരു മരത്തണൽ കണ്ടു. ആ മരത്തിൽ ചാരിയിരുന്നു ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം വല്ലാത്തൊരു വിങ്ങലാണ്. മക്കൾ മരിച്ചു പോയതിലല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, ക്ഷമിക്കുന്നു, അത് കുഴപ്പമില്ല. പക്ഷേ അറബികൾക്കിടയിൽ ഞാനൊരു അപഹാസ്യനായി പോയല്ലോ, ഞാൻ നിന്യനായി പോയല്ലോ, എന്നെ അബ്തർ എന്ന് പരിഹസിച്ചല്ലോ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സ് വേദനിച്ചപ്പോൾ വേദനിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സ് വേദനിച്ചു. മനസ്സ് വേദനിച്ചപ്പോൾ അതിലും വേദന വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാൻ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല പറയുന്നു, ജിബ്രീൽ, എൻ്റെ ഹബീബിനെ പോയൊന്ന് ആശ്വസിപ്പിക്കണേ, എൻ്റെ ഹബീബിനൊന്ന് സമാധാനം കൊടുക്കണേ. ജിബ്രീലേ, എൻ്റെ ഹബീബിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, നൊമ്പരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ ഒന്ന് സമാധാനപ്പെടുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാണ്. എങ്ങനെയാണ് നിയോഗിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ. നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടി, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ മോന് ഒന്ന് വീണ് കരയാണ്, അല്ലെങ്കിൽ ഓൻ ആരോ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് അവൻ സങ്കടപ്പെട്ട് കരയാണ്.
അപ്പോൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഓനോട് ഓൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കും അല്ലേ. വാപ്പച്ചി വിളിച്ചിട്ട് പറയും വാപ്പ വരുമ്പോൾ മിഠായി കൊണ്ടുവരാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ കളിക്കാനുള്ള കാറ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫർ അവനിക്ക് കൊടുക്കും അല്ലേ. എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ജിബ്രീൽ എൻ്റെ ഹബീബിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, ഒന്ന് പോയി സമാധാനപ്പെടുത്തണേ. എങ്ങനെയാണ് സമാധാനപ്പെടുത്തേണ്ടത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളമാണ് ഹബീബായ മുത്തുനബിക്ക് സ്ഥാനം കൊടുത്തത്, എത്രത്തോളമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സ്നേഹിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മനസ്സ് വേദനിച്ചു നൊമ്പരപ്പെട്ട് മരത്തണലിൽ ഇരിക്കുന്ന ഹബീബിൻ്റെ അടുക്കലേക്ക് നസലൽ അമീൻ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ സങ്കടപ്പെടല്ലേ, നബിയേ കരയല്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അല്ലാഹു അങ്ങേക്ക് ഹൗലുൽ കൗസർ എന്ന മഹത്തമായ പാനീയം നൽകിയിരിക്കുന്നു നബിയേ. ഇന്നാ അഅ്തൈനാക, നിശ്ചയം അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ, ഹൗലുൽ കൗസർ എന്ന പാനീയം. നമ്മൾ മനസ്സിലാക്കണം, ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞാൽ അവിടെ കൗസർ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് തഫ്സീർ പറയുന്നുണ്ട്. അതിലൊരു തഫ്സീറാണ് ഹൗലുൽ കൗസർ എന്ന ഒരു പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ലാത്ത ഏറ്റവും മഹത്തമായൊരു പാനീയം അങ്ങേക്ക്, ഒരു ഹൗല് അങ്ങേക്ക് നാം പാരത്രിക ലോകത്ത് നൽകിയിരിക്കുന്നു എന്ന്. ഹൗലുൽ കൗസർ, എല്ലാ നബിമാർക്കും ഒരു ഹൗലുണ്ടാകും പരലോകത്ത്, പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ഹൗലുണ്ടാകും. ഇതിനെ കവച്ച് വെക്കുന്ന എല്ലാ പ്രവാചകന്മാരെ ഹൗലിനേക്കാൾ